ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫാഷൻ. ഈ ഷൂസ് കണ്ടോ, നമ്മൾ ഇൻസൈഡ് ലുക്കാണ് കേട്ടോ ഈ ഷൂസിൻ്റെ. നമ്മൾ എല്ലാ സ്റ്റിച്ചസും മാക്സിമം ഹൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് ശ്രമിക്കാറ്. അപ്പോൾ ഷൂസൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യൽ. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. നമുക്കിപ്പോൾ ലാസ്റ്റ് വീക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഒരുപാട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക്. ഇതൊരു 3-in-1 ഇതായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. നമ്മൾ ബെസ്റ്റ് സെല്ലിങ് ആയിട്ടുള്ള ആ ഒരു ഫ്രോക്കിൻ്റെ ആ ഒരു ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് ആ ഒരു പാറ്റേൺ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ചെയ്യണം എന്നുള്ളത്. അപ്പം ഈ ഒരു പാറ്റേൺ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നെക്ക് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നതാണ്, ഒരു ക്ലോസ് നെക്കായിട്ട് വരുന്നതാണ്. പിന്നെ അതിൽ നമ്മളൊരു വേസ്റ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് വേസ്റ്റ് ബെൽറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള ബോയ് നമുക്ക് സൈഡിലേക്കോ സെൻറ്ററിലേക്കോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്രോക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. കാരണം നമുക്കിനി നെക്സ്റ്റ് വീക്കിലൊക്കെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, നമ്മളെ ന്യൂ അപ്ഡേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ സാറ്റിൻ ഫാബ്രിക്കാണ് ബോട്ടം ബാറിലേക്ക് വരുന്നത്. അത് ഫുൾ സർക്കിളിൽ 2 പീസസ് വരുന്നുണ്ട്. അത് തന്നെ ബോക്സ് പ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയർ ഉണ്ട് ഈ ഫ്രോക്കിൽ. പിന്നെ ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. ഷൂസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമ്മൾ ഇൻസൈഡൊക്കെ ഫുൾ ക്ലോസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഹെയർ ബോയും പിന്നെ ബാക്ക് സൈഡിലേക്കൊരു ബോയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വേസ്റ്റ് ബെൽറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഇതുപോലെ പ്രസ് ബട്ടൺസ് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈൽ വേണ്ടാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ബെൽറ്റിൽ തന്നെയാണ് നമ്മൾ ബാക്ക് സൈഡിലേക്കുള്ള ബോയും സെറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ബാക്ക് സൈഡിലേക്കുള്ള ബോ സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളതിൻ്റെ കൂടെ പിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ബെൽറ്റ് നമ്മൾ ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് അതിൽ നമ്മൾ ബോയെ കൂടി സെറ്റ് ചെയ്യുമ്പോൾ ആണ് അതിൻ്റെ കറക്റ്റ്. ഇതുപോലെ ബോൻ്റെ ആ ഒരു ഇൻസൈഡ് ആയിട്ടുള്ള ഫാബ്രിക്കിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് പ്രസ് ബട്ടൺസ് ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയിലുണ്ടാവും. 2 സൈഡിലും ഇതുപോലെ ബോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലേക്ക് വേണമെങ്കിൽ സെൻറ്ററിലേക്ക് ഫ്രണ്ടിലെ ബോ സെറ്റ് ചെയ്യാം, സൈഡിലേക്ക് വേണമെങ്കിൽ സൈഡിലേക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് ഏത് സ്റ്റൈൽ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് നമ്മൾ ട്രിപ്പിൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലൈനിങ്ങിൽ കൺകൺ കോട്ടൺ, പിന്നെ ഇൻസൈഡ് ബോഡി ടച്ച് ചെയ്യുന്ന ഭാഗത്ത് കോട്ടൺ ഫാബ്രിക്, ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു വിങ്സാണ്, ബട്ടർഫ്ലൈ വിങ്സാണ് മാച്ചിങ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്, അറിയാലോ. നമുക്ക് പേൾ വേണമെങ്കിൽ പേൾ വെക്കാം, ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഫ്ലവേഴ്സ് വെക്കാം. നമ്മൾ ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സെയിം ഫാബ്രിക് വർക്ക് വരുന്ന ഫാബ്രിക്കിൽ കൊണ്ട് ബട്ടർഫ്ലൈസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിക്കൊക്കെ അയച്ച സമയത്ത് കസ്റ്റമറിന് ഒരു ആവശ്യമുണ്ടായി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടെയിലും കൂടെ വേണമെന്ന്. അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് ആ ഒരു സെയിം കളറിൽ തന്നെയുള്ള ഗ്ലിറ്റർ നെറ്റ് അവൈലബിൾ ആയിരുന്നു. ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഫാബ്രിക് നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ സെയിം ഫാബ്രിക് കളർ ഗ്ലിറ്റർ നെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു ടെയിലും കൂടെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടെയിലും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്രസ് ബട്ടൺസ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രസ് ബട്ടൺസ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേസ്റ്റ് ബെൽറ്റ് വേണമെങ്കിൽ വേസ്റ്റ് ബെൽറ്റ് ഇടാം, ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ വേസ്റ്റ് ബെൽറ്റ് ഇല്ലാതെ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ് ലുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ആക്സസറീസ് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്രോക്ക്. ഇതിൻ്റെ ഏത് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേസ്റ്റ് ബെൽറ്റ് ഉള്ളതാണോ, ടെയിൽ ഉള്ളതാണോ, എല്ലാം കൂടി വരുന്നതാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹെയർ ബാൻഡൊക്കെയാണ് പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഫ്രോക്ക് മാത്രം വേണ്ടവർക്ക് ഫ്രോക്ക് മാത്രം ചെയ്യാം, ആക്സസറീസ് ഒക്കെ വേണ്ടവർക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ഫ്രോക്കിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്നത് ആ ഒരു ഹെയർ ബാൻഡ് ആയിരിക്കും ഉണ്ടാവുക ഫ്രീ ആയിട്ട്. ബാക്കിയുള്ള ആക്സസറീസ് ഒക്കെ എക്സ്ട്രാ ആണ്. ഷൂസ്, വിങ്സ്, ടെയിൽ. ഓക്കെ, താങ്ക് യു.